ഒരിടത്ത് അമ്മയാടിന് 3 മക്കളുണ്ടായിരുന്നു. മൂത്തവൻ ചിണ്ടു, രണ്ടാമൻ അപ്പു, ഇളയവൾ ചിന്നു. ഒരു ദിവസം അമ്മ പറഞ്ഞു, മക്കളെ, നിങ്ങൾ വലുതായല്ലോ, ഇനി സ്വന്തമായി വീട് വെച്ച് താമസിക്കാൻ പഠിക്കണം. അങ്ങനെ അമ്മ പറയുന്നതും കേട്ട് 3 പേരും വീട് വെക്കാൻ ഒരുങ്ങി. ചിണ്ടു കുറച്ചു മടിയനായിരുന്നു. അവൻ വഴിയിൽ കണ്ട ഒരാളോട് കുറച്ച് വൈക്കോൽ വാങ്ങി. എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നത്? ഈ വൈക്കോൽ കൊണ്ട് 5 മിനിറ്റിൽ വീട് റെഡിയാക്കാം. അവൻ പടപടാന്ന് ഒരു വൈക്കോൽ വീടുണ്ടാക്കി. ഉള്ളിൽ കയറി കിടന്ന് പാട്ടും പാടി. വൈക്കോൽ വീട് സൂപ്പർ വീട്, എന്തൊരു നല്ലൊരു വീട്. വൈക്കോൽ വീട് സൂപ്പർ വീട്, എന്തൊരു നല്ലൊരു വീട്. അപ്പു ആകട്ടെ കുറച്ച് ചില്ലകളും മരകഷ്ണങ്ങളും സംഘടിപ്പിച്ചു. വൈക്കോൽ വീട് കാറ്റടിച്ചാൽ പോകും, ഇതാകുമ്പോൾ നല്ല സ്റ്റൈലായിരിക്കും. അവൻ തട്ടിക്കൂട്ടി ഒരു മരവീടുണ്ടാക്കി. എന്നിട്ട് ചിണ്ടുവിനെ കളിയാക്കി. ചിന്നു ആകട്ടെ വളരെ ഗൗരവകാരിയായിരുന്നു. അവൾ ഇഷ്ടികയും സിമന്റും ഒക്കെ വാങ്ങി കഠിനമായി പണിയെടുത്തു. സംഗതി സ്ട്രോങ് ആയിരിക്കണം, വെറുതെ ആപത്ത് വരുത്തി വെക്കരുത്. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് പണിയെടുക്കുന്ന ചിന്നുവിനെ കണ്ട് ചേട്ടന്മാർ ചിരിച്ചു. എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അവർ ചോദിച്ചു. ചിന്നു ഒന്നും മിണ്ടാതെ പണി തുടർന്നു. പെട്ടെന്നാണ് കാട്ടിലെ വില്ലനായ മക്കുക്കുറുക്കൻ അവിടെ എത്തിയത്. അവൻ ചിണ്ടുവിന്റെ വൈക്കോൽ വീടിന് മുന്നിൽ ചെന്ന് മുട്ടി. എടാ ആട്ടിൻകുട്ടി, മര്യാദയ്ക്ക് വാതിൽ തുറക്ക്, അല്ലെങ്കിൽ ഞാൻ ഒന്ന് ഊതും, നിന്റെ വീട് പറക്കും. ഓ, പോയി പണി നോക്ക് കുറുക്കൻ ചേട്ടാ, ഞാൻ തുറക്കില്ല. ചിണ്ടു പറഞ്ഞത് കേട്ട് കുറുക്കൻ തന്റെ വായ വലുതാക്കി വീർപ്പിച്ച് ഒറ്റ ഊത്ത്. വൈക്കോൽ വീട് പറന്നുപോയി. ചിണ്ടു ജീവനും കൊണ്ട് ഓടി അപ്പുവിന്റെ മരവീട്ടിൽ കയറി ഒളിച്ചു. കുറുക്കൻ അവിടെയും എത്തി. 2 പേരും അകത്തുണ്ടല്ലോ, ഇന്നാ പിടിച്ചോ അടുത്തത്. രണ്ടാമത്തെ ഊത്തിന് മരവീട് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. ഇത് കണ്ട് 2 പേരും കൂടി ഓടി ചിന്നുവിന്റെ ചുടുകെട്ട വീടിനുള്ളിൽ കയറി വാതിലടച്ചു. കുറുക്കൻ ചുടുകെട്ട വീടിന് മുന്നിലെത്തി അലറി. ഈ വീടും കൂടി ഞാൻ ഇപ്പോ വീഴ്ത്തും. റെഡി, 1 2 3. കുറുക്കൻ ആഞ്ഞു വീർപ്പിച്ചു. മുഖമൊക്കെ ചുവന്നു തുടുത്തു. എന്നിട്ടും വീടനങ്ങിയില്ല. ഇത് കണ്ട് ചിന്നു അകത്തു നിന്ന് വിളിച്ചു പറഞ്ഞു, എന്താ കുറുക്കൻ ചേട്ടാ, ഗ്യാസ് തീർന്നു പോയോ? കുറച്ചുകൂടി ഉച്ചത്തിൽ ഊതി നോക്കൂ. ഇത് കേട്ട് ദേഷ്യം വന്ന കുറുക്കൻ വീടിന്റെ മുകളിലെ പുകക്കുഴലിലൂടെ അകത്തേക്ക് ചാടാൻ തീരുമാനിച്ചു. ഇത് മനസ്സിലാക്കിയ ചിന്നു വേഗം അടുപ്പിൽ തീ കൂട്ടി വലിയൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. പുകക്കുഴലിലൂടെ താഴേക്ക് ചാടിയ കുറുക്കൻ നേരെ വീണത് തിളച്ച വെള്ളത്തിലേക്കാണ്. അമ്മേ രക്ഷിക്കണേ, എന്നെ ഇവർ പുഴുങ്ങുന്നേ! നീല വിളിച്ചുകൊണ്ട് കുറുക്കൻ വാലും ചുരുട്ടി ഓടി. കൂട്ടുകാരെ, ഇഷ്ടായോ? എന്നാലേ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.